എന്തിനാണ് അലൻ ജോസെ ഇങ്ങനെ സ്നേഹിച്ച് ചതിക്കുന്നത്? ഞാൻ അന്നൊന്നും ആരട്ടിന് സ്വന്തം സഹോദരനെ പോലെ ഒരു ജെന്റിൽമാനായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ആണുങ്ങൾ പരിശുദ്ധ പുണ്യാളന്മാരായിട്ട് ഇരുന്നവരെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളും ഇന്ന് വരും. എന്തിനാണ്? ഞാൻ പാവപ്പെട്ട ഒരു സ്ത്രീയാണ്, എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാൻ ആരുമില്ല. സിനിമയിൽ കയറാൻ വേണ്ടിയും എന്നോട് സ്നേഹം കാണിച്ച് നീ വഞ്ചിച്ച് ചുരിദാർ എൻ്റെ സ്ലിറ്റുള്ള ഇത് പൊക്കി ചുംബനം തന്ന് എന്നെ സ്നേഹിച്ച അലൻ ജോസ് ഇതുപോലെ ആളുകളുടെ മുന്നിൽ എന്നെ തള്ളി പറഞ്ഞത് അത് വലിയൊരു ചതിയായി പോയി അലനെ. എനിക്കത്ര പറയാനുള്ളൂ. എന്നെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അത് പറഞ്ഞ് പേഴ്സണലായിട്ട് പറഞ്ഞ് ഒഴിഞ്ഞു പൊക്കോളാം. പക്ഷേ ഇത് ജനത്തിന്റെ മുൻപാകെ നീ ഇത് പറഞ്ഞിട്ട് എനിക്ക് ആരുമില്ലാന്ന് നിനക്കറിയാം. എനിക്ക് ചോദിക്കാനും പറയാൻ ആരും. എനിക്ക് സ്വന്തമായിട്ട് വീടില്ല. ഒരു മാസം വാടക അടച്ചില്ലെങ്കിൽ എന്നെ അവർ ഇറക്കി വിടും. ഞാൻ കൃത്യമായി വാടക അടക്കുന്നതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ജീവിതകാലം മുഴുവൻ എനിക്ക് വാടക അടച്ച് ജീവിക്കാൻ പറ്റത്തില്ല. എന്തിനാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഞാനിപ്പോൾ ഒരു അനാഥയാണ്, എനിക്ക് സ്വന്തമായിട്ട് വീടില്ല. എന്തിനാണ് അലൻ ജോസെ ഇങ്ങനെ സ്നേഹിച്ച് ചതിക്കുന്നത്? നമസ്കാരം. കൊന്തയിടേണ്ടി വന്നല്ലേ? ദൈവത്തിനെ വിളിക്കണമല്ലോ. കാരണം അത്രക്ക് നല്ലൊരു സിറ്റുവേഷനാണ് ഞാൻ എത്തി നിൽക്കുന്നത്. മനസ്സിലായോ? ഞാൻ സാധാരണ കൊന്ത ഉപയോഗിക്കാത്ത, പക്ഷേ ഇപ്പോൾ ദൈവങ്ങളുടെ സഹായം തേടേണ്ട കാര്യങ്ങളിലേക്ക് എത്തി. കാരണം അത്രത്തേക്ക് നമ്മളൊരു പെൺകുട്ടി വേദനിപ്പിച്ചു, നമ്മൾക്കെതിരെ മോശമായിട്ടുള്ളൊരു വീഡിയോ ഇട്ടു, ആ ജനങ്ങളിലേക്ക് എത്തി. അതിനെപ്പറ്റിയൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണ്? എടാ മറ്റവനെ, എടാ കണ്ട പെണ്ണുങ്ങളിലൊക്കെ പുറകെ പോയിട്ട് അവരുടെ മറ്റേത് മണത്ത് നടന്നിട്ട് ഈ നിൻ്റെ പോക്കെടുത്തരത്തിന് കൂട്ടു നിൽക്കാനല്ല കർത്താവ് പറഞ്ഞത്. ഞാനും കൊന്തയ്ക്ക് ഇട്ടിട്ടുണ്ട് നിന്നെപ്പോലെ. പക്ഷേ ഞാൻ പോക്കെടുത്തരം കാണിക്കാൻ പോകുന്നില്ല, ഒരു പെണ്ണിനെ കയറി പിടിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. നീ തന്തയില്ലാത്ത തരവാണ് കാണിച്ചു വെക്കുന്നത്. നീ തന്തയില്ലായ്മ കാണിച്ചു വെച്ചിട്ട് അവൾക്ക് സ്വന്തമായിട്ട് വീടില്ല, അവൾക്ക് ബന്ധുക്കാരും ആരും ഇല്ലെന്ന് അറിഞ്ഞിട്ടല്ലടാ പരമാറി നീ ഈ പണിക്കായിട്ട് നീ പോയത്. അവിടെ നിൻ്റെ കഴപ്പങ്ങ് തീർന്നപ്പോഴത്തേക്ക് പോലീസ് പിടിച്ചെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നീ ഉള്ളയാകുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നീ ഉടനെ നീ കർത്താവിനെ പിടിക്കണം, മൂക്കമ്പട്ടി അടിച്ച് പൊളിക്കണം നിൻ്റെ മറ്റവനെ. നിന്നെ പോലീസ് പിടിച്ച് നിൻ്റെ മണി ആദ്യം ചവിട്ടി പൊട്ടിക്കണം. അപ്പോൾ നിൻ്റെ ഈ കഴപ്പങ്ങ് തീരും. മനസ്സിലായോ? അവൻ ഇറങ്ങിയിരിക്കുക സകലമായ പോക്കുടത്തരം കാണിച്ചിട്ട് ഇനി കൊന്തം കെട്ടാക്കാന്ന്. എൻ്റെ മുമ്പിലെങ്ങാനും നിന്നെ കണ്ട തുപ്പും ഞാൻ, തൂറി എറിയും ഞാൻ, ചവിട്ടി മെഴുകും ഞാൻ. നാഗ പറഞ്ഞ പോലെ ഞാൻ പറയും. പരമചേട്ട വെച്ചിട്ട് പോണം മൈരെ.